നമസ്കാരം, ഇത് IBN മലയാളം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സംസ്ഥാനത്ത് 4 ജയിലുകളിലായി കഴിയുന്നത് 40 പേർ. കേരളത്തിൽ ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 34 വർഷം മുൻപ്. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് 1991 ഏറ്റവും ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. അതിനുശേഷം വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. വധശിക്ഷ കിട്ടിയവരെല്ലാം മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 1979. ദുർമന്ത്രവാദത്തിനായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ കേസിൽ കളിയിക്കാവുള്ള സ്വദേശി അഴകേഷിനെയാണ് അന്ന് തൂക്കിലേറ്റിയത്. പൂജപ്പുര, വിയ്യൂർ, കണ്ണൂർ സെൻട്രൽ ജയിലുകളിലും വിയ്യൂർ അതിസുരക്ഷാ ജയിലിലുമാണ് വധശിക്ഷ കിട്ടിയവരെ പാർപ്പിക്കുന്നത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 2024 ജനുവരിയിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. അത്യപൂർവ കുറ്റങ്ങളിലല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. നിർഭയ കേസിൽ 2020 4 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു. 3 കഴിമരങ്ങൾ. ആരാച്ചാർമാരില്ലാതെ തടവുകാരെ തൂക്കിലേറ്റാൻ കണ്ണൂരിൽ 2, പൂജപ്പുരയിൽ 1 കഴിമരവുമുണ്ട്. രണ്ടിടത്തുമായി ഇതുവരെ 26 പേരെ തൂക്കിലേറ്റിയിട്ടുണ്ട്. നിലവിൽ ഒറ്റ ജയിലിലും ആരാച്ചാർമാരില്ല. വധശിക്ഷ നടപ്പാക്കേണ്ടി വന്നാൽ 2 ലക്ഷം രൂപ പ്രതിഫലം നൽകി ആരാച്ചാരെ നിയമിക്കും. നേരത്തെ ആരാച്ചാർക്കായി ഇന്റർവ്യൂ നടത്തിയപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികളും MBAക്കാരുമെല്ലാം പങ്കെടുത്തിരുന്നു. നിർഭയ കേസിൽ വധശിക്ഷ നടപ്പാക്കിയതോടെ കഴിമരങ്ങൾ ബലപ്പെടുത്തിയിരുന്നു. തുരുമ്പ് നീക്കി പെയിന്റ് അടിച്ചു. നിലത്തുറപ്പിച്ചിരുന്ന ബോൾട്ടുകളുടെ ബലം പരിശോധിച്ച് ലിവറുകളുടെ അറ്റകുറ്റപ്പണി നടത്തി. 98 രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.